എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണ്. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ തട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പെരുങ്കള്ളനായി മാറിയിരിക്കുന്നു. അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമില്ല. എന്താ എന്റെ ഉദ്ദേശം? നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഭാവി തലമുറയ്ക്കും ഉപകാരപ്രദ രീതിയിൽ ആലോചിച്ച് നിയമം മാറ്റപ്പെടാതെ പലതും അവർക്ക് ചെയ്യാൻ പറ്റും. തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു. പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.